വൈകിട്ടേ പാർട്ടി ഓഫീസിലുണ്ടാവണം. യൂണിയനിൽ നിന്ന് ഒരു 4-5 ആളേനും കൂടി വിളിച്ചോ. നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാനുള്ളത്. ഞാൻ നമ്മുടെ മണ്ടുവിൻ്റെ കാര്യമായിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. 4 മണിക്ക് വരും. പിന്നെ ധർണയ്ക്കൊരു 10-100 പേര് വേണം. ശരി ശരി, ഓക്കെ. നമുക്ക് ഡോക്ടറോട് സംസാരിക്കാം. വാടോ, ഞാൻ ശരിയാക്കി തരാം. ഭാസ്കര, ദേ പുറത്താരെ വന്നിട്ടുണ്ട് തോന്നുന്നു. വിളി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അയ്യോ, ഒരാള് അല്ല, അവരെ ഞാൻ കൊണ്ടുവന്നാണ്. അല്ല, ഞങ്ങളും കൊണ്ടുവന്നാ. അതെ, ഇവരുടെ ആവശ്യത്തിന് ഞാൻ വന്നതാണ്. എന്താ കാര്യം? ഇതറിയാലോ, മണ്ടോദരി. അവര് വന്നിട്ടുണ്ടോ? കശുവണ്ടി ഫാക്ടറിയിൽ ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട ഇവർ ESI ആനുകൂല്യം മുഖാന്തരം ഇവിടെ ചികിത്സയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചു എന്നൊരു പരാതി പറഞ്ഞു. പരാതിയോ? അല്ല, പരാതിയല്ല, ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട പലരും ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട പലരും വന്ധ്യതാ ചികിത്സ നടത്തി പ്രസവിച്ചവരാണ്. അതിന് അല്ല, അപ്പൊ ഇവർ മാത്രം വന്നപ്പോ എന്തേ അത് നടത്തിയില്ല എന്നറിയണമല്ലോ. എന്റെ നേതാവെ, നിയമം മാറി. വന്ധ്യതാ ചികിത്സ ESI ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞ് 2002 കേന്ദ്ര ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അപ്പൊ 2003 ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട സുമതിയും കാർത്തിയായും പ്രസവിച്ചല്ലോ. അത് അവർ ആദ്യം ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞ് അവർക്ക് പിന്നീട് അതിന്റെ ഗുണം കിട്ടിക്കാണും. അല്ല, ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഞങ്ങൾ പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് അത് നീട്ടിവെച്ചല്ലോ. നീട്ടിവെച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഇപ്പൊ വന്ധ്യതാ ചികിത്സ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല, അത് നിർത്തലാക്കി. അതാണ് കാര്യം. അത് നേതാവിന്റെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് കേന്ദ്ര ഭരണത്തിൽ ശ്രദ്ധ ചെലുത്തണം, പ്രക്ഷോഭം ഉണ്ടാക്കണം, വേണ്ടി വന്നാൽ ധർണ നടത്തണം. എന്തിനു പ്രസവിക്കാനോ? മണ്ടതിൽ ഒന്ന് പുറത്തു നിൽക്കും, ഞങ്ങൾ സംസാരിക്കട്ടെ. ഒക്കെ ശരിയാക്കാം, പോയിക്കോളൂ. പുറത്തിറങ്ങിക്കോ. ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യാനോ പരാതിപ്പെടാനോ വന്നതല്ല. ഇപ്പൊ ആ സ്ത്രീ പ്രസവിച്ചില്ലെങ്കിൽ എനിക്കെന്താ നഷ്ടം? ഇതിപ്പോ നിങ്ങളുടെ ലാഭമോ നഷ്ടമോ നോക്കുക എന്നുള്ളതല്ല, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഭകരമാണ്. പ്രസവിക്കാത്തോ? പിന്നല്ലേ. എന്റെ നേതാവേ, കേരള സംസ്ഥാനത്ത് എത്ര ESI കുടുംബങ്ങളുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? അത് അറിയില്ല. 7.25 ലക്ഷം വരും. അതിൽ തന്നെ 40 ലക്ഷം പേർക്ക് ESI ആനുകൂല്യം കിട്ടുന്നുണ്ട്. ESI ആനുകൂല്യമുള്ള ദമ്പതികളിൽ 3-ൽ ഒരാൾക്ക് വന്ധ്യത ഉണ്ടെന്നാണ് കണക്ക്. ഗവൺമെന്റ് എന്തിനാണ് ഈ വന്ധ്യതാ ചികിത്സ നിർത്തലാക്കിയതെന്ന് നേതാവിന് അറിയാമോ? പ്രൈവറ്റ് ഹോസ്പിറ്റലിന് കാശ് കിട്ടാൻ അല്ല. ഒരു ESI തൊഴിലാളി പ്രസവിച്ചാൽ അവർക്ക് പ്രസവാനുകൂല്യം ഗവൺമെന്റ് കൊടുക്കണം. വേണം. ആ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് ചികിത്സിക്കണം. തീർച്ചയായിട്ടും. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാലും സൗജന്യമായിട്ട് ചികിത്സിക്കണം. വേണം. കുഞ്ഞ് വളർന്ന് വലുതായി വന്നാൽ കുഞ്ഞിന് പഠന ചെലവ് സൗജന്യമായിട്ട് കൊടുക്കണം. അതും വേണം. എന്തിന്? മെഡിക്കൽ സീറ്റിന് വരെ സംവരണം വേണം. ഈ വന്ധ്യതാ ചികിത്സ നിർത്തലാക്കി കഴിഞ്ഞാൽ അത്രയും സ്ത്രീകൾ പ്രസവിക്കില്ലല്ലോ. അപ്പൊ അത് മുഴുവൻ ഗവൺമെന്റിന് ലാഭമല്ലേ? സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പൊതുവേദിയിൽ പ്രസംഗിച്ചോളാം. ഇപ്പൊ ഞാൻ വന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനമാണ് അടുത്ത ബുധനാഴ്ച. സാർ കാര്യമായിട്ടൊരു സംഭാവന തരണം.